ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ AMMLP സ്കൂൾ പുലിയോരം യൂട്യൂബ് ചാനൽ. കുട്ടികളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനായുള്ള ഒരു പ്രോഗ്രാമാണ് കുഞ്ഞിച്ചിറക്. ഇതിൽ നിങ്ങൾക്കായുള്ള 15ഓളം ചോദ്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ചോദ്യം 1. ജാലിയൻവാല ബാഗ് നടന്നത് ഏത് സംസ്ഥാനത്താണ്? ജാലിയൻവാല ബാഗ് നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം പഞ്ചാബ്. ചോദ്യം 2. ജീവിതം ഒരു സമരം എന്ന ആത്മകഥ എഴുതിയ സ്വാതന്ത്ര്യ സമര നായിക ആര്? ജീവിതം ഒരു സമരം എന്ന ആത്മകഥ എഴുതിയ സ്വാതന്ത്ര്യ സമര നായിക ആര്? ഉത്തരം അക്കാമ ചെറിയാൻ. ചോദ്യം 3. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം. ഉത്തരം തെങ്ങ്. ചോദ്യം 4. കേരളത്തിൽ ആദ്യ റെയിൽവേ പാത നിർമ്മിച്ചതാര്? കേരളത്തിൽ ആദ്യ റെയിൽവേ പാത നിർമ്മിച്ചതാര്? ഉത്തരം ബ്രിട്ടീഷുകാർ. ചോദ്യം 5. സാരേ ജഹാം സെ അച്ഛാ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലുള്ളതാണ്? സാരേ ജഹാം സെ അച്ഛാ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലുള്ളതാണ്? ഉത്തരം ഉറുദു ഭാഷ. ചോദ്യം 6. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കാലിയോളജി. ചോദ്യം 7. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്രിക്കറ്റ്. ചോദ്യം 8. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് വയലിൻ. ചോദ്യം 9. ജലത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ്? ജലത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ്? ഉത്തരം മഴവെള്ളം. ചോദ്യം 10. കൂടിയാട്ടം അരങ്ങേറുന്ന വേദി ഏത്? കൂടിയാട്ടം അരങ്ങേറുന്ന വേദി ഏത്? ഉത്തരം കൂത്തമ്പലം. ചോദ്യം 11. കേരളത്തിൽ റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കോട്ടയം. ചോദ്യം 12. സാനിയ മിർസ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാനിയ മിർസ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ടെന്നീസ്. ചോദ്യം 13. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിയാൻ കഴിവുള്ള പക്ഷി. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിയാൻ കഴിവുള്ള പക്ഷി. ഉത്തരം മൂങ്ങ. ചോദ്യം 14. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. ഉത്തരം അവകാശികൾ. ചോദ്യം 15. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം ഇരവികുളം.